ഹായ് ഗെയിമേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ GTA 6 റിയാക്ഷൻ ചെയ്യാൻ പോകണം. ആദ്യമായിട്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ മുമ്പ് ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ ഗടിപടികൾ കറക്റ്റായിട്ട് അറിയിവിടാം. GTA 6 സെക്കൻഡ് ട്രെയിലർ റിലീസായപ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്നുള്ളത്. സോ ഇതാണ് ആ വീഡിയോ. പക്ഷെ ആദ്യം പറയാനുള്ളത്, GTA സീരീസ് ഒരു പക്ഷേ ഞാനടക്കം എല്ലാവർക്കും ഈ ഗെയിമിങ്ങിനോട് ഒരു പ്രേമം തോന്നാനുള്ള മെയിൻ കാരണം ഒരു പക്ഷേ GTA സീരീസ് ആയിരിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യമായിട്ട് GTA വൈസ് സിറ്റി കളിക്കുന്നത്. അതിന് മുമ്പ് വരെ നമ്മൾ ഗെയിംസ് കളിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അത് ഷൂട്ടർ ഗെയിം ആയിരിക്കും, അല്ലെങ്കിൽ റേസിംഗ് ഗെയിം, കാർ ഓടിക്കുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ GTA വൈസ് സിറ്റി വന്നപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയാണ് ഞാൻ ചോദിക്കുന്നത് എന്ത് ടൈപ്പ് ഗെയിം ആയതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് എല്ലാം ഉണ്ട്. അതായത് എന്തും ചെയ്യാം. കാർ ഓടിക്കാം, ബൈക്ക് ഓടിക്കാം, ഫ്ലൈറ്റ് ഓടിക്കാം, ഹെലികോപ്റ്റർ ഓടിക്കാം, വെള്ളത്തിൻ്റെ മണ്ടയ്ക്കൂടെ കാർ ഓടിക്കാം, അങ്ങനെ പല പല കാര്യങ്ങൾ. നീന്താൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ, പക്ഷേ എന്ത് വേണമെന്നൊക്കെ ചെയ്യാം. അതായിരുന്നു GTA വൈസ് സിറ്റി. പിന്നീട് സാൻ ആൻഡ്രിയാസ് ഇറങ്ങി, GTA 3, GTA 4 എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ആൻഡ് യുനോ എല്ലാ ഗെയിമേഴ്സിനും ഒരു പ്രത്യേക സ്നേഹമുള്ള ഒരു സീരീസാണ് GTA സീരീസ്. സോ GTA 6 റിലീസാവാൻ പോവുകയാണ്. ഒരു വർഷം എടുക്കും. ഇനി ഈ വർഷം റിലീസായിരുന്നതാണ്, ഇനി അടുത്ത വർഷം റിലീസാവത്തുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ നമുക്കൊരു ട്രailer റിലീസായിട്ടുണ്ട്. നമുക്ക് ആ ട്രailer കണ്ടുവരാം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഗൂഗിൾ സ്റ്റുഡൻറ്റ്, ഞാനൊരു ഗെയിം ഡെവലപ്പറാണ്. സോ നമുക്ക് ചെറുതായിട്ട് ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്ത് പറഞ്ഞു പോവാം എന്നെക്കൂടെ പറ്റുന്ന രീതിയിലൊക്കെ. ഇതൊരു 11 വർഷം മെനക്കെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഗെയിമാണ്. എൻ്റെ അറിവ് ശരിയായിട്ട് 11 വർഷമായി പ്രൊഡക്ഷൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഈ ഗെയിം. എനിക്കൊന്നും ഒരു സിനിമയ്ക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല ഇത്രയും വർഷം പ്രൊഡക്ഷനിൽ ഒരു സിനിമ ഇരുന്നിട്ടുണ്ടോ. എൻ്റെ വൈഫിനെ ഈ ട്രെയിലർ ഞാൻ നേരത്തെ കണ്ടിരുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കണ്ടു. കൂടെ എൻ്റെ വൈഫിനെ കാണിച്ചു. എൻ്റെ വൈഫ് അങ്ങനെ ഗെയിം കളിക്കുന്ന ആളല്ല. പുള്ളിക്കാരി മാക്സിമം കളിക്കുന്നത് ഈ ഹിൽ ക്ലൈം ബില്ലി, അതുപോലെ ഈ ക്യാൻഡി ക്രഷൊക്കെയാണ് കളിക്കുന്നത്. അങ്ങനത്തെ ഒരു ഗെയിമറാണ് പുള്ളിക്കാരി. ഒരു കാഷ്വൽ ഗെയിമറാണ് പുള്ളിക്കാരി. ഞാൻ ഈ വീഡിയോ കാണിച്ചപ്പോൾ പുള്ളിക്കാരി ചോദിച്ചത് ഇത് സിനിമയാണോ അതോ ഗെയിമാണോ എന്നാണ്. കണ്ട സിനിമ പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് ഇനിവേഴ്സ് നമുക്ക് തുടങ്ങാം. നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം. സോ യാ, റോക്ക് സ്റ്റാർ. ഇതിനകത്ത് അയാളുടെ എല്ലാവരും പറഞ്ഞു, ഞാനും ശ്രദ്ധിച്ച സംഭവമാണ് ഈ സ്കിന്നിൽ വേർപ്പ് വന്നിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന സംഭവം. സ്കിൻ ടെക്സ്റ്റേഴ്സും അടിപൊളിയായിട്ടുണ്ട്. കറക്റ്റായിട്ടത് അറിയാം, വേർപ്പ് തട്ടിത്തെറിക്കുകയാണ്. ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഒരു PlayStation 5 എന്തോ ആണ്. PC ഒന്നും ആവശ്യമില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. PC ഇറങ്ങത്തില്ലല്ലോ, അറിയാമല്ലോ, PC ഇറങ്ങില്ല. പ്ലേസ്റ്റേഷനിലും എക്സ്ബോക്സിലും പ്ലേസ്റ്റേഷനും എക്സ്ബോക്സിലും ആയിരിക്കും ആദ്യം ഇറങ്ങുക. അത് കഴിഞ്ഞിട്ട് PC ഉണ്ടാവുള്ളൂ. ഈ ഒരു സംഭവം എല്ലാവരും ചോദിച്ച് നടന്നൊരു സംഭവമാണ്. GTA സാൻ ആൻഡ്രിയാസിനകത്ത് നമുക്ക് ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് നമ്മുടെ സൈസ് കൂട്ടുകയോ സൈസ് നല്ല ഫിറ്റാക്കുകയോ അതുപോലെ ഭക്ഷണം കഴിച്ച് വയറ് വയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും, വണ്ണം വയ്ക്കാനും പറ്റും. സോ അത് പിന്നീടുള്ള ഗെയിമുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ GTA 6 ഉണ്ട് എന്ന് ആണ് തോന്നുന്നത് ഇപ്പോൾ ഈ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. GTA 5 നമുക്ക് ജിമ്മൊക്കെ ഉണ്ട്, പക്ഷേ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. സോ ഇതാണ് പിന്നീട് നെറ്റിനെ പിടിച്ച് കുലുക്കിയൊരു സീൻ. ഈ ബബിൾസും അതുപോലെ ഈ വെള്ളം അനങ്ങുന്ന സിസ്റ്റവും. ഇനി ഒരാൾ പറഞ്ഞിട്ട് ഇത് ഷെയ്ഡോഗ്രാഫി യൂസ് ചെയ്തതാണെന്ന്. എൻ്റെ പട്ടി കിടന്ന് വരയ്ക്കുന്നുണ്ട്. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. അതാണെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. ഇനി സംഭവം അടിപൊളിയായിട്ടുണ്ട്. അതായത് കുപ്പിയിൽ വെള്ളം അനങ്ങുന്നത് വരെ ചെയ്തു വെച്ചിട്ടുണ്ട്. പോലീസ്
Rockstar Games. Yeah. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് മുടി. ഇപ്പോൾ ലൂസിയ എന്നാണെന്ന് തോന്നുന്നു ഫീമെയിൽ ക്യാരക്ടറിൻ്റെ പേര്. 2 ക്യാരക്ടേഴ്സുണ്ട് ഗെയിമിനകത്ത്. GTA 5 നമുക്ക് 3 ക്യാരക്ടറാണുള്ളത്. സോ ഇതിൽ എനിക്ക് തോന്നുന്നു നമുക്ക് 2 ക്യാരക്ടറേ ഉള്ളൂ. മൂന്നാമതൊരു ക്യാരക്ടർ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ, റൂമേഴ്സ്, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവളുടെ മുടി ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിങ്ങനെ അനങ്ങുന്നുണ്ട്, മനസ്സിലായോ? GTA 5 മുടിയുണ്ട്, പക്ഷെ അത് അനങ്ങത്തില്ല ലേഡീസിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ റെഡ് ഡെഡ് റിഡംഷൻ ഗെയിമിൽ കുതിരയുടെ മുടി അനങ്ങുന്നൊരു സിസ്റ്റമുണ്ട്, അതാണ് എന്ന് തോന്നുന്നു ഇത്. അതുപോലത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ ചെയ്തേക്കുന്നത് തോന്നുന്നത്. അത് അതുപോലെ ഇവിടെ ചെയ്തതായിരിക്കും. പിന്നെ അതുപോലെ റെഡ് ഡെഡ് റിഡംഷനിൽ മുടി വളരുന്നൊരു സിസ്റ്റമുണ്ട്. അതായത് ആൾക്കാർ നമ്മൾ നോക്കുകയാണെങ്കിൽ താടി വളരും, മുടി നീണ്ടു വളരും, അങ്ങനെ ഒരു സംഭവം വെട്ടിയില്ലെങ്കിൽ. അതേ സിസ്റ്റം ഇവിടെ ഉണ്ടെന്ന് തോന്നി. ജേസൺ ഇവൻ്റെ മുടിക്ക് അങ്ങനെ ഒരു സംഭവം കാരണം കാണിക്കുമ്പോൾ പലതവണയും പല ഹെയർ സ്റ്റൈലിലാണ് ആൾ വരുന്നത്. ചിലപ്പോൾ കുറച്ചുകൂടെ താടി കാണും, ചിലപ്പോൾ ഒട്ടും താടി കാണത്തില്ല. സോ എനിക്കൊന്ന് റെഡ് ഡെഡ് റിഡംഷനിൽ അവർ ചെയ്ത പല കാര്യങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നുന്നു, നല്ല നല്ല കാര്യങ്ങൾ. നിങ്ങൾക്ക് കാണാമല്ലോ പിന്നെ ഇവിടെ. പിന്നെ ഈ മസിൽ ജിഗിൾ ഫിസിക്സ്, ഇതും എല്ലാവരും പറഞ്ഞ ഒരു സംഭവമാണ്. ജിഗിൾ ഫിസിക്സ് ഇതും എനിക്ക് തോന്നുന്നത് മറ്റേ റെഡ് ഡെഡ് റിഡംഷൻ ചെയ്ത സംഭവം തന്നെയുണ്ട്. അവർ കുതിരകളുടെ മസിലുകൾ റെൻഡർ ചെയ്ത് ആനിമേറ്റ് ചെയ്തായിരുന്നു. അതായത് കുതിര അനങ്ങുമ്പോൾ അതിൻ്റെ മസിലൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും, അത് അനങ്ങുന്നത്. അതുപോലത്തെ ഒരു സിസ്റ്റം തന്നെ ഇവിടെ യൂസ് ചെയ്തേക്കെന്ന് തോന്നുന്നു എനിക്ക്. ഐ ഡോണ്ട് നോ, പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണത്. എനിക്കത് അത് തന്നെ ആയിരിക്കും. അവർ റെഡ് ഡെഡ് റിഡംഷനിൽ ചെയ്ത് ഭംഗിയാക്കിയ പല കാര്യങ്ങളും അവരതുപോലെ എടുത്ത് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഫ്ലൈറ്റിനകത്ത് അടി. ഈ സീൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, എല്ലാവർക്കും ഓർമ്മ വന്ന് കാണാം, മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിനകത്തൊരു സീരീസിൽ ഒരു റോബറി ഉണ്ട്. ഒരു രണ്ട് കാറിനകത്ത് ഒരു വലിയ കേസ് എന്തോ ഒരു ലോക്കർ വലിച്ചുകൊണ്ട് പോകുന്നൊരു സീനുണ്ട്. അതാണ് ഓർമ്മ വന്നത്. പക്ഷെ ഇത് ഒറ്റ വണ്ടിയേ ഉള്ളൂ, എന്തോ റോബറിയാണ്, നമുക്കറിയാമല്ലോ, ഹൈസ്റ്റാണ്. GTA 5 പോലെ കുറേ ഹൈസ്റ്റുകൾ ഇതിനകത്ത് കാണും. വൈസ് സിറ്റി ഗൺസ്. മെയ് 6, 2026. ഓർത്തിരിക്കുക കാലമേ, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്നൊക്കെ പറയില്ലേ. ഇത് മൊത്തം കണ്ടപ്പോൾ പറഞ്ഞില്ലേ, പണ്ട് ആ വൈസ് സിറ്റി വൈബാണ്, അങ്ങനെ തന്നെ അവർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതിൻ്റെ GTA വൈസ് സിറ്റി നടന്ന ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. സോ ആ ഒരു വൈബും ഉണ്ട്, ആ കളർ ടോണും കാര്യങ്ങളെല്ലാം. അയ്യോ, ഇത് ശരിക്കും ഒരു ട്രീറ്റാണ്. അടുത്ത വർഷമേ റിലീസ് ആവത്തുള്ളൂ. മാർച്ച് 26 അല്ലേ? മാർച്ച് 26 അല്ലേ? സോറി, മെയ് 26, 2026 കൺസോൾസിൽ. നമ്മുടെ PC വരില്ല. എനിക്കത് ഇറങ്ങുമ്പോൾ കളിക്കണമെന്നുണ്ട്. ഇതുവരെ ഞാനൊരു GTA ഗെയിം ഇറങ്ങിയ സമയത്ത് കളിച്ചിട്ടില്ല, പിന്നീട് കുറേ കഴിഞ്ഞിട്ട് എൻ്റെ കിട്ടിയിട്ടുള്ളൂ. സോ ഈ തവണ അത് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് കളിക്കണമെന്നുണ്ട്. സോ നമ്മൾ ഡേറ്റ് ആകുമ്പോൾ മെയ് അല്ലേ? മെയ് 26 ആകുമ്പോഴേക്ക് എനിക്കൊരു പ്ലേ സ്റ്റേഷൻ മേടിക്കണമെന്നുണ്ട്. ഇതിനു വേണ്ടി മാത്രം. പ്ലേ സ്റ്റേഷൻ 5 പുതിയ വരുന്നുണ്ട്, അതോ
എന്തായാലും വിൽ സി. അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ അതിൻ്റെ അൺബോക്സിങ്ങും ചെയ്യും ഉറപ്പായിട്ടും. എനിവേസ് അതായിരുന്നു നമ്മുടെ വീഡിയോ. GTA 6 പറ്റി പറയാൻ ഒത്തിരി ഉണ്ട്. GTA സീരീസിനെ പറ്റി തന്നെ പറയാൻ ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ GTA 6 ഓൺലൈൻ സംഭവം അടിപൊളിയായിരിക്കും. നമുക്കറിയാം ഓൾറെഡി GTA 5 ഓൺലൈൻ വലിയ ഹിറ്റായി ഒത്തിരി പണം റോക്സ്റ്റാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടത്. അപ്പോൾ ഉറപ്പായിട്ട് അവർ GTA 6 ഓൺലൈനും ചെയ്യും. ആ ഓൺലൈനിൽ ഒരു റൂമറുള്ളത് നമുക്കതിൽ റിയൽ വേൾഡ് മണി യൂസ് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ്. അതായത് അവിടുത്തെ $1000 എന്ന് പറയുന്നത് പുറമേയുള്ള $100 എന്ന കണക്കിൽ വല്ലതും ആയിരിക്കുമെന്ന് എക്സ്ചേഞ്ച് റേറ്റ്. എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല അതിനെ പറ്റിയിട്ട്. ഇതൊക്കെ റൂമേഴ്സാണ്, ഒത്തിരി റൂമേഴ്സ് ഉണ്ട്. സോ പക്ഷേ എന്തായാലും ഓൺലൈൻ ഉറപ്പായിട്ടും ഉണ്ടാകും. ഇതിൻ്റെ കൂടെ തന്നെ ഇറക്കുമെന്ന് അറിയില്ല, പക്ഷേ അത് കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ അതിനകത്ത് ഇങ്ങനെ ഒരു റിയൽ വേൾഡ് മണി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം വരും. അങ്ങനെ നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം വരും എന്നൊക്കെ പറയുന്നുണ്ട്. നല്ലതായിരിക്കും, കണ്ടറിയാൻ എന്തായാലും. അതായിരുന്നു എൻ്റെ ആദ്യത്തെ റിയാക്ഷൻ വീഡിയോ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.